നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വരാതിരിക്കാൻ പറ്റുമോ സാറേ? ഞാനിവിടെ ഒരു മുതലിനെ ഏൽപ്പിച്ചിരുന്നില്ലേ, അതിന്റെ കാര്യം എന്തായെന്ന് അന്വേഷിക്കാൻ വന്നാ. മുതലോ? മനസ്സിലായില്ല. ഓ, മനുവിന്റെ കാര്യമാണോ ഉദ്ദേശിച്ചത്? അതെ. സത്യം പറയാലോ വിഷ്ണു, അതിന്റെ പിന്നാലെയായിരുന്നു ഞാൻ. ഇന്നലെ രാത്രിയും കൂടി ഉറങ്ങിയിട്ടില്ല. SR കോളേജിലും പരിസരത്തൊക്കെ ആയിട്ട് മഫ്തിയിലും അല്ലാതെയും പോലീസ് കുറെ അന്വേഷണമൊക്കെ നടത്തി. എവിടുന്ന് ആട് കിടന്നിടത്തൊരു പൂട പോലും ഇല്ലെന്നുള്ള അവസ്ഥയാ. ഒന്നുകിൽ സംഗതി വെളിയിലാവുന്ന കരുതി അവന്മാര് കച്ചവടം പൂട്ടിക്കെട്ടി കാണും, അതല്ലെങ്കിൽ തൽക്കാലത്തേക്കൊന്ന് വിട്ടു നിൽക്കാന്ന് കരുതി കാണും. വിഷ്ണു വിഷമിക്കണ്ട, ഒരു ഇടവേളയ്ക്ക് ശേഷം അവന്മാര് വീണ്ടും തലവെക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോ മനു അവനെ വിടേണ്ടതായിട്ട് വന്നു. പ്രായം ഇത്രയല്ലേ ആയുള്ളൂ വിഷ്ണു. ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വെച്ച് അവന്റെ ജീവിതം നമ്മൾ തുലയ്ക്കണോ? പോലീസാണെങ്കിലും ഞങ്ങൾക്ക് മനസാക്ഷിയൊക്കെ ഉണ്ട്. പിന്നെ കോളേജ് പിള്ളേരല്ലേ, പൊളിറ്റിക്കൽ പ്രഷറും കൂടും. അപ്പൊ അവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ലാന്ന്. പ്രായപൂർത്തിയാവാത്തോണ്ട് കൈവയ്ക്കാനും പറ്റില്ല. കണ്ണുരുട്ടി കാട്ടിയാ പോലും കേസാ. ഈ കേസിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു പോൾസ് എന്ന പേരുള്ള ഒരു ചെറ്റ രാജീവ് സാറിന്റെ വീട്ടിലൊരു ഭവന സന്ദർശനം നടത്തിയതായിട്ടാണ് കേട്ടു. ഈ തെളിവെടുപ്പിന് പോയപ്പോ ഞാനത് സാറിനോട് മുന്നേ പറഞ്ഞതാ, അവരോടൊന്നും കളിക്കാൻ നിക്കല്ലേ എന്ന്. ഇപ്പോഴത്തെ ഭരണത്തിൽ പങ്കാളിത്തവും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളവരവര്. കാശിന് കാശ്, ആളിന് ആള്. അതിനൊപ്പം നമ്മൾ കൂട്ടിയാ കൂടുവോ? അപ്പൊ അവനെ പൂട്ടാനൊരു വഴിയില്ല അല്ല സാറേ? വഴിയില്ലെന്നല്ല, പക്ഷേ അവനിപ്പോ മലേഷ്യയിലേക്കോ ഹോങ്കോങ്ങിലേക്കോ മുങ്ങിക്കാണും. നമ്മുടെ കേരള പോലീസ് ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? നമ്മൾ ചായ കുടിക്കാൻ പോകുന്നല്ലോ ഇവനൊക്കെ അമേരിക്ക പോയിട്ട് വരുന്നത്. അപ്പോഴേ സാർ എന്റെ കൂടെ പുറത്തേക്കൊന്ന് വരണം. എന്താ? വരണം സാറേ, സാറിന് കുഴപ്പമൊന്നും വരില്ല. ഞാനല്ലേ പറയണേ, സാറിന് ഗുണമുള്ള കാര്യ. ഓ മഴിച്ച് അതങ്ങോട്ട് വരണം സാറേ. സാറിനൊരു സമ്മാനം കൊണ്ടാ ഞാൻ വന്നിരിക്കണേ. വാ. ഇങ്ങോട്ട് പോണം. ഇവിടെ നിൽക്ക. സാറ് മലേഷ്യയിൽ ചായ കുടിക്കാൻ പോയി എന്ന് പറഞ്ഞില്ലേ? സാറ് പൊക്കിയ പൊങ്ങാത്ത ഐറ്റം അവനെ ഞാനങ്ങ് പൊക്കി. അല്ലേ, ഇവൻ മലേഷ്യയിലോ കോലാലംപൂരിലോ എവിടെ വേണമെങ്കിലും പോയി ചായ കുടിച്ചോട്ടെ, നമുക്കത് കുഴപ്പമില്ല. പക്ഷെ രാജീവ് സാറിന്റെ വീട്ടിൽ വന്ന് കന്നന്തിരിവ് കാണിക്കുന്നതിന്റെ ഇടയില് എന്റെ ഭാര്യയുടെ മേത്തൂന്ന് 2 പോറല് വീണു. അത് ഈ വിഷ്ണു സഹിക്കില്ല സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.